KCYM തലശ്ശേരി അതിരൂപതയും ശാലോം ടെലിവിഷനും സംയുക്തമായി ചേർന്നൊരുക്കുന്ന യുക്യാറ്റ് പഠന പരമ്പരയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പമായിരിക്കുന്നത് തലശ്ശേരി അതിരൂപത മെത്രാപ്പൊലീത്തയും സീറോ മലബാർ സഭയുടെ സിനഡ് സെക്രട്ടറിയും പ്രശസ്ത ദൈവശാസ്ത്രജ്ഞനുമായ അഭിവന്ദ്യ മാർ ജോസഫ് പാംപ്ലാനി പിതാവാണ്. മുഖവരകൾ ആവശ്യമില്ലാത്ത അഭിവന്ദ്യ പിതാവിനെ ഈ പഠന പരമ്പരയിലേക്ക് എല്ലാവരുടെയും പേരിൽ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് അഭിവന്ദ്യ പിതാവുമായി സംവദിക്കാനായി കടന്നു വന്നിരിക്കുന്നത് മാലോം ഫൊറോനയിലെ യുവജന സുഹൃത്തുക്കളാണ്. മാലോം ഫൊറോനയിലെ ഈ പ്രിയപ്പെട്ട യുവജന സുഹൃത്തുക്കളെ ഈ പഠന പരമ്പരയിലേക്ക് ഏറെ സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അഭിവന്ദ്യ പിതാവെ, നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം ചോദിക്കുന്നത് ആൻഡ്രിയാണ്. ഒന്നാമത്തെ ചോദ്യം ചോദിക്കുന്നത്. നമുക്ക് ആൻഡ്രിയയുടെ ചോദ്യം ഒന്ന് കേൾക്കാം. പിതാവേ, എൻ്റെ പേര് ആൻഡ്രിയ. ഞാൻ ആനമഞ്ഞൾ ഇടവകയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ ചോദ്യം ഇതാണ്: ലിറ്റർജി എന്നാൽ എന്താണ്? എന്തുകൊണ്ടാണ് ലിറ്റർജിയെ ചൊല്ലി തർക്കങ്ങൾ ഉണ്ടാകുന്നത്? യെസ്, ആൻഡ്രിയ എന്ത് ചെയ്യുന്നു? ഞാൻ +2 കഴിഞ്ഞ് നിൽക്കുകയാണ്. +2 കഴിഞ്ഞ് നിൽക്കുന്നു അല്ലേ? ആൻഡ്രിയയുടെ ചോദ്യം നല്ല ചോദ്യമാണ്. എന്താണ് ലിറ്റർജി എന്ന് ചോദിച്ചാൽ, ലിറ്റർജി എന്ന പദത്തിൻ്റെ ഗ്രീക്ക് ഉത്ഭവം, അതിൻ്റെ ലക്ഷ്യങ്ങൾ, അതൊക്കെ വളരെ സങ്കീർണമായ കാര്യങ്ങളാണ്. നമുക്ക് അതിൻ്റെ അടിസ്ഥാനപരമായ അർത്ഥം, സാമാന്യ അർത്ഥം മാത്രം പറയാൻ ശ്രമിക്കാം. യുവജനങ്ങളായ നിങ്ങൾക്ക് ഒരുപാട് കോംപ്ലിക്കേറ്റഡായ കാര്യങ്ങൾ പറയുന്നതിനോട് താല്പര്യമില്ല. അതുകൊണ്ട് ലളിതമായി പറഞ്ഞാൽ, സഭയുടെ ഔദ്യോഗിക ആരാധനാ ക്രമ അനുഷ്ഠാനങ്ങളെയാണ് ലിറ്റർജി എന്ന് പറയും. എന്ന് പറഞ്ഞാൽ സഭ ഒരാൾ വ്യക്തിപരമായി നടത്തുന്ന പ്രാർത്ഥനകൾ ലിറ്റർജിയുടെ ഭാഗമാകണമെന്നില്ല. അതേസമയം സഭ പൊതുവായിട്ട് ദൈവപിതാവിന് ഈശോ മിശിഹായിലൂടെ പരിശുദ്ധാത്മ കൃപയിൽ നടത്തുന്ന എല്ലാ ആരാധനകളും ലിറ്റർജിയുടെ ഭാഗമാണ്. വിശുദ്ധ കുർബാന, കാനോന നമസ്കാരങ്ങൾ, അതുപോലെ തന്നെ സഭയുടെ കൂദാശകളുടെ പരികർമ്മം, സഭയുടെ ഔദ്യോഗികമായ കൂദാശേതര കർമ്മങ്ങൾ, ഇവയൊക്കെയും ലിറ്റർജിയുടെ ഭാഗമാണ്. അതുകൊണ്ട് ലിറ്റർജി എന്ന് പറഞ്ഞാൽ സഭ ഔദ്യോഗികമായി പൊതുവായി നടത്തുന്ന ദൈവാരാധനയുടെ നിയതമായ രൂപവും ഭാവവുമാണ് ലിറ്റർജി എന്ന് പറയുന്നത്. ഈ ലിറ്റർജി എന്ന് പറയുന്നത് ദൈവത്തെ ആരാധിക്കുന്നതാണ്. പക്ഷേ അത് ചെയ്യുന്നത് മനുഷ്യനാണ് അല്ലേ? മനുഷ്യര് അവരുടെ രീതികളിൽ വ്യത്യസ്തത പുലർത്തുന്നവരാണ് അല്ലേ? ആൻഡ്രിയ മുടി കെട്ടിയതുപോലെ അല്ല. മോളുടെ പേരെന്നാ? ടീന മുടിയിട്ടിരിക്കുന്നത് ആൻഡ്രിയ മുടി കെട്ടിയ പോലെയാണ്. അല്ല, വ്യത്യസ്തമാണ്. പുരുഷന്മാരുടെ മുടി സംവിധാനം ചെയ്യുന്നത് പോലെ അല്ല സ്ത്രീകൾ മുടി കൈകാര്യം ചെയ്യുന്നു അല്ലേ? വ്യത്യസ്തമാണ്. മാനുഷികതയുടെ പ്രത്യേകതയാണ് ഈ വ്യത്യസ്തത എന്ന് പറയും. അപ്പോൾ വ്യത്യസ്തതകൾ വരുമ്പോൾ ചിലപ്പോൾ അഭിപ്രായാന്തരങ്ങളുണ്ട്. എല്ലാവരും ദൈവത്തെ ആരാധിക്കുന്നതാണ്, ഏകസത്യ ദൈവത്തെയാണ് ആരാധിക്കുന്നത്. അതുകൊണ്ട് ആരാധനാക്രമത്തിലെ വ്യത്യാസങ്ങളെ ഭിന്നതയായിട്ട് നമ്മൾ കരുതേണ്ട കാര്യമില്ല. ആൻഡ്രിയ, ഇപ്പം സഭയിൽ തന്നെ ഓരോ ശ്ലീഹന്മാർ സുവിശേഷം പ്രസംഗിച്ച് ഓരോ സ്ഥലത്തും സഭ സ്ഥാപിച്ചു. ആ സഭ സ്ഥാപിച്ചു കഴിഞ്ഞപ്പോൾ ആ പ്രദേശത്തെ സംസ്കാരവുമായി ഇടകലർന്ന ഒരാരാധനാ രീതിയാണ്. അതിൻ്റെ ഭാഷ, അതിൻ്റെ സംസ്കാരം, അതിൻ്റെ അനുഷ്ഠാനങ്ങൾ, ഇതൊക്കെയും ആ ആരാധനാക്രമത്തിൻ്റെ ഭാഗമായി വരുന്നു അല്ലേ? ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ, ഒരു മുട്ട് മാത്രം കുത്തി ആചാരം ചെയ്യുന്ന പണ്ട് റോമൻ പ്രഭുക്കന്മാരുടെ മുമ്പിൽ പരിചാരകർ നടത്തിയൊരു ആചാര രീതിയാണ്.
അതേസമയം ഭാരതത്തിൽ അങ്ങനെ ഒരു ആചാര രീതിയിൽ ഭാരതത്തിൽ കൈകൂപ്പുക, ശിരസ് നമിക്കുക, സാഷ്ടാംഗം പ്രണാമം ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള കർമ്മങ്ങളാണ് ഭാരതീയരുടെ ബഹുമാനം പ്രകടിപ്പിക്കുന്ന രീതി എന്ന് പറയും. അതുകൊണ്ട് ഭാരതീയമായ രീതിയിൽ മാർത്തോമാ ശ്ലീഹ വന്ന് സഭ സ്ഥാപിച്ചപ്പോൾ ഇവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നമ്മുടെ ആരാധനാക്രമത്തിൻ്റെ ഭാഗമായി സ്വീകരിക്കപ്പെട്ടു. എല്ലാ ആരാധനാക്രമങ്ങളും ആത്യന്തികമായി ലക്ഷ്യം വയ്ക്കുന്നത് ത്രിയേക ദൈവത്തിന് സഭയുടെ നാമത്തിൽ സ്തുതിയും പുകഴ്ചയും ആരാധനയും കൃതജ്ഞതയും സമർപ്പിക്കുക എന്നത് തന്നെയാണ്. ആ ഒരു ലക്ഷ്യം നേടുന്നതിന് മനുഷ്യർ വ്യത്യസ്തരായതുകൊണ്ട്, അവരുടെ ഭാഷ വ്യത്യസ്തമായതുകൊണ്ട്, അവരുടെ സംസ്കാരങ്ങൾ കാലദേശങ്ങളിൽ വ്യത്യസ്തങ്ങളായതുകൊണ്ട് ആരാധനാക്രമത്തിലും വ്യത്യാസങ്ങൾ വന്നു. ആരാധനാക്രമത്തിൻ്റെ പേരിൽ വഴക്കു കൂടുന്ന എന്തിനാന്ന് അങ്ങനെ കണ്ടാണ് ആൻഡ്രിയ ചോദിച്ചത്, അല്ലേ? യെസ്, വഴക്കു കൂടുക എന്ന് പറയുന്നത് ചില പ്രാദേശിക പ്രതിസന്ധികൾ മൂലം സംഭവിക്കുന്ന പ്രശ്നങ്ങളാണ്. ആ പ്രശ്നങ്ങൾ സഭയുടെ ഉത്തരവാദപ്പെട്ട നേതൃത്വവുമായി ചർച്ചകൾ ചെയ്ത് ആ പ്രതിസന്ധികൾ സാവകാശം പരിഹരിക്കപ്പെടും. അതും മാനുഷികതയുടെ പ്രത്യേകതകളായിട്ട് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഇപ്പോൾ ഒരാൾ ചിന്തിക്കുന്നത് പോലെ മറ്റേയാൾ ചിന്തിച്ചില്ല എന്നതിൻ്റെ പേരിൽ വ്യത്യസ്തമായി ചിന്തിച്ചയാളെ കുറ്റക്കാരനെന്ന് വിധിക്കുന്നതിൽ അർത്ഥമില്ല, അല്ലേ? അപ്രകാരമുള്ള വ്യതിരിക്തതകളെ, വ്യത്യാസങ്ങളെ സന്തോഷത്തോടെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ നാം മനസ്സിലാക്കേണ്ട ഒരു സത്യം, ആരാധനാക്രമം എന്നത് ഓരോ വ്യക്തിയുടെയും ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് ദൈവത്തെ ആരാധിക്കുന്നതല്ല. അത് വ്യക്തിപരമായ പ്രാർത്ഥനയിൽ വ്യക്തിനിഷ്ഠമായ ശൈലികൾക്ക് പ്രസക്തിയുണ്ട്. നാം പൊതുവായി സഭയുടെ നാമത്തിൽ ആരാധിക്കുമ്പോൾ തിരുസഭയുടെ മേലധികാരികൾ അംഗീകരിച്ച് നൽകിയ പ്രാർത്ഥനാക്രമമാണ് ഉപയോഗിക്കുന്നത്. ഇപ്പം വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ ആ വിശുദ്ധ കുർബാന എല്ലാ ആരാധനാക്രമത്തെ സംബന്ധിച്ചും അന്തിമമായ തീരുമാനമെടുക്കുന്നത് സഭയുടെ പരമാധികാരിയായ ഫ്രാൻസിസ് മാർപ്പാപ്പയാണ്, അല്ലെ? കാലാകാലങ്ങളിലെ മാർപ്പാപ്പമാരാണ്. ആ മാർപ്പാപ്പമാരുടെ അംഗീകാരത്തോടെ ലഭിക്കുന്ന ഒരു ആരാധനാക്രമ രീതിയെ വ്യക്തികൾ തന്നിഷ്ടം പോലെ മാറ്റാൻ പാടില്ല. അങ്ങനെ മാറ്റുമ്പോൾ എന്ത് സംഭവിക്കും? സഭയിൽ ഒരുതരം അരാജകത്വം രൂപപ്പെടും. അത്തരത്തിലുള്ള ചില പ്രവണതകൾ നമ്മുടെ സഭയിൽ ദൃശ്യമായതിൻ്റെ വെളിച്ചത്തിലായിരിക്കാം ഒരുപക്ഷെ ആൻഡ്രിയ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്, അല്ലേ? യെസ്, അത് വളരെ ദൗർഭാഗ്യകരമായ സംഭവങ്ങളാണ്. ആരെയും വിധിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ആൻഡ്രിയ, നമുക്ക് ആരെയും വിധിക്കേണ്ട കാര്യമില്ല. ആ പ്രതിസന്ധികളുടെ ഓളങ്ങളെയെല്ലാം അതിജീവിച്ച് സഭാനൗക ശാന്തതയുടെയും കൂട്ടായ്മയുടെയും തീരത്തേക്ക് തന്നെ മുന്നേറും. കാരണം നാം ആരാധിക്കുന്നത് ത്രിയേക സത്യദൈവത്തെയാണ്. അവിടെയും ഇവിടെയും ചില ചാറ്റൽ മഴകൾ പെയ്തതുകൊണ്ട് സഭ ആവിയായി പോകുമെന്നോ ഒലിച്ചു പോകുമെന്നോ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല. ആ ചാറ്റൽ മഴകൾ മാറുകയും കാർമേഘം നീങ്ങുകയും കൂടുതൽ ശോഭയോടെ സൂര്യൻ പ്രകാശിതമാവുകയും ചെയ്യും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ആൻഡ്രിയയുടെ ചോദ്യത്തിനും അതിൽ അപ്പുറമുള്ള ഒരു സംശയത്തിനുമൊക്കെ പിതാവ് ഉത്തരം പറഞ്ഞു കഴിഞ്ഞു എന്ന് തോന്നുന്നു. ആൻഡ്രിയ, ഇത്തരത്തിൽ സംതൃപ്തിയല്ലേ? അതെ. നമുക്ക് അടുത്ത ചോദ്യം ചോദിക്കുന്നത് ടീനയാണ്. ടീനയുടെ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. പിതാവേ, എൻ്റെ പേര് ടീന. ഞാൻ നാട്ടക്കൽ ഇടവകയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ ചോദ്യം ഇതായിരുന്നു: നമ്മൾ പ്രാർത്ഥനകളിലും വിശുദ്ധ കുർബാനയിലൊക്കെ പ്രത്യുത്തരമായിട്ട് എപ്പോഴും ആമേൻ എന്ന് പറയാറുണ്ട്. എന്തിനാണ് ഇങ്ങനെ ആമേൻ എന്ന് പറയുന്നത്?
ആമേൻ എന്ന് പറയുന്നത് എന്തിനാണെന്നാണ് ടീനയുടെ ചോദ്യം, ഇല്ലേ? അതെ. ടീന എന്ത് ചെയ്യുന്നു? ഞാൻ വർക്ക് ചെയ്യുവാണ്. എന്ത് വർക്കായിരുന്നു? ഞാൻ മുത്തൂർ ഫിൻകോർപ്പിൽ ജോലി ചെയ്യുക. ഓക്കെ. ടീന ഒരു ടീനയുടെ സൂപ്പർവൈസർ അല്ലെങ്കിൽ ബോസ് അല്ലെ മാനേജർ ബാങ്കിലുള്ള ആള് ഒരു കാര്യം പറയുമ്പോൾ ഇന്ന കാര്യം ചെയ്യണം എന്ന് പറയുമ്പോൾ ടീന സാധാരണ പറയുന്ന മറുപടി എന്താണ്? ചെയ്യാം. ഓക്കെ, ചെയ്യാം എന്ന് പറയും, അല്ലേ? സത്യത്തിൽ ആ ആള് പറയുന്ന ആശയത്തോട് ടീന യോജിക്കുന്നു, അത് ചെയ്തെടുക്കേണ്ടതാണ് എന്ന് ടീന മനസ്സിലാക്കുന്നു, ചെയ്യാനുള്ള സന്നദ്ധത അറിയിക്കുന്നു. അതാണ് അതിൻ്റെ മറുപടി എന്ന് പറയുന്നത്, അല്ലേ? പറ്റാത്തതാണെങ്കിൽ പറ്റിയാലെന്ന് പറയും, പറ്റുന്നതാണെങ്കിൽ ചെയ്യാം എന്ന് പറയും. സത്യത്തിൽ ഈ ആമേൻ എന്ന് പറയുന്നത് ഓക്കെ ആയിക്കോട്ടെ ചെയ്യാം എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു സാധാരണ മറുപടി പോലെ ഹീബ്രു ഭാഷയിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ആമേൻ. അങ്ങനെ തന്നെ ഞാനും അതിനോട് യോജിക്കുന്നു, എൻ്റെ അഭിപ്രായം അതാണ്, അത് തന്നെ എന്നൊക്കെ പറയുന്നതിന് ഉപയോഗിക്കുന്നൊരു വാക്കാണ് ഈ ആമേൻ എന്നുള്ളത്. ഇത് സത്യമാണ് എന്നുള്ളൊരു ഏറ്റുപറച്ചിൽ അതിനകത്തുണ്ട്. ഈ ആമേൻ എന്ന വാക്ക് സത്യം, വിശ്വാസം തുടങ്ങിയ വിവിധ പദങ്ങളെ ദ്യോതിപ്പിക്കുന്ന ഒരു വാക്കാണ് ഹീബ്രുവിൽ ആമേൻ. അപ്പോൾ ആമേൻ എന്ന് നമ്മൾ ഒരു പ്രാർത്ഥന ചൊല്ലിക്കഴിയുമ്പോൾ അതിന് ആമേൻ എന്ന് സമൂഹം മറുപടി പറയുമ്പോൾ യഥാർത്ഥത്തിൽ പറയുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയും സത്യമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പ്രതികരിക്കുന്നതിന് തുല്യമായ പദമാണ് ആമേൻ എന്ന് പറയുന്നത്. ആമേൻ ആമേൻ എന്ന് ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഈശോ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, അല്ലേ? അതേസമയം മറ്റ് ചില സ്ഥലങ്ങളിൽ ഈശോ പറയും സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. വായിച്ചിട്ടുണ്ടോ ടീന? യെസ്. അപ്രകാരം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറയുന്നതും സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറയുന്നതും ഒരർത്ഥത്തിൽ തന്നെയാണ്. അതുകൊണ്ട് ഈ ആമേൻ എന്ന വാക്കിൻ്റെ അർത്ഥം സാമാന്യ രീതിയിൽ പറയുമ്പോൾ ഒരു കാര്യം പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു, ഓക്കെ അങ്ങനെ തന്നെ, ഐ എഗ്രി എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു റെസ്പോൺസാണ് പ്രത്യക്ഷാർത്ഥത്തിൽ ആമേൻ. ദൈവശാസ്ത്രപരമായി ചിന്തിക്കുമ്പോൾ അതിൻ്റെ മൂലാർത്ഥം എന്ന് പറയുന്നത് ഇത് സത്യമാണ്, ഇത് ഞാൻ വിശ്വസിക്കുന്നു എന്ന അർത്ഥത്തിൽ ആമേൻ എന്നുള്ളതിനെ മനസ്സിലാക്കാം. ഇനിയും ഒരു അർത്ഥം കൂടി ആമേൻ എന്ന വാക്കിന് നമുക്ക് കണ്ടെത്താൻ പറ്റും. അത് ആധ്യാത്മിക തലത്തിലെ അർത്ഥമാണ്. ദൈവം തിരുവചനത്തിലൂടെ അല്ലെങ്കിൽ തിരുസഭയുടെ പ്രാർത്ഥനയിലൂടെ ഒരു കാര്യം നമ്മളെ പഠിപ്പിക്കുന്നു അഥവാ നമുക്ക് വെളിപ്പെടുത്തുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി നിങ്ങൾ എന്ത് മറുപടി പറയും? ആമേൻ എന്ന് പറയും, അല്ലേ? അതുപോലെയാണ്. അപ്പോൾ നിങ്ങൾ എന്താണ്? പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനാണ് എന്ന് പറയുന്നത് നിങ്ങൾ വിശ്വസിച്ച് ഏറ്റുപറയുക. അതായത് ദൈവം തൻ്റെ തിരുഹിതം വെളിപ്പെടുത്തുകയാണ്. മാതാവിനോട് പറഞ്ഞു, ഇതാ നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, നീ അവന് ഈശോ എന്ന് പേരിടണം, അത്യുന്നതൻ്റെ പുത്രൻ എന്നവൻ വിളിക്കപ്പെടും. ഇങ്ങനെയൊക്കെ മാതാവിനോട് മാലാഖ പറയുക. അപ്പോൾ മാലാഖ മാലാഖയോട് മറിയം പറയുന്ന മറുപടി, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ ഹിതം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന്. അതിൽ നിന്റെ ഹിതം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്നുള്ളതിനെ ഒറ്റ വാക്കിൽ വിവർത്തനം ചെയ്താൽ ആമേൻ എന്നാണ്. അതായത് ദൈവഹിതം എന്തോ അത് എൻ്റെ ജീവിതത്തിൽ നിറവേറട്ടെ, അതിന് ഞാൻ സന്നദ്ധനാണ് എന്നുള്ള ഒരു അറിയിപ്പ് കൂടിയാണ് ഈ ആമേൻ. എനിക്ക് എൻ്റെ ഇഷ്ടങ്ങൾക്കാളും ഉപരി ദൈവത്തിൻ്റെ ഇഷ്ടത്തെ
സ്വീകരിക്കാനും നടപ്പിലാക്കാനും സന്നദ്ധതയുണ്ട് എന്നുള്ള പ്രഖ്യാപനം കൂടിയാണ് ആമേൻ എന്ന് പറയും. അതുകൊണ്ട് ഇനി മുതൽ ആമേൻ പറയുമ്പോൾ അതിൻ്റെ വളരെ ആഴമുള്ള അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ടീന പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ ആരാധനക്രമത്തിൽ നമ്മുടെ ഏറ്റവും കൂടുതൽ സമൂഹം എന്ന നിലയിൽ പ്രത്യുത്തരം നൽകുന്ന ഒരു വാക്കാണ് ആമേൻ. പിതാവിൻ്റെ മറുപടികളിലൂടെ നമുക്ക് ആമേൻ എന്ന വാക്കിൻ്റെ അർത്ഥവും അതിൻ്റെ ആഴവുമൊക്കെ വ്യക്തമായി. തീർച്ചയായിട്ടും നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം ചോദിക്കുന്നത് സാൻജോയാണ്. സാൻജോ, ചോദിച്ചോളൂ. പിതാവേ, എൻ്റെ പേര് സാൻജോ. ഞാൻ ആനമഞ്ഞൽ ഇടവകയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ ചോദ്യം ഇതാണ്: സഭയിൽ ലിറ്റർജി ആഘോഷിക്കുന്നത് എന്തിനാണ്, എങ്ങനെയാണ്? യെസ്, സാൻജോയുടെ ചോദ്യം സഭയിൽ ലിറ്റർജി ആഘോഷിക്കുന്നത് എങ്ങനെയാണ്, എന്തിനാണ് എന്നല്ലേ ചോദിച്ചത്? അതെ. വളരെ വിശാലമായൊരു ചോദ്യമാണ്. അതിന് ഒറ്റവാക്കിൽ ഉത്തരം പറയുക വളരെ ദുഷ്കരമാണ്. അതായത് സഭയിൽ ലിറ്റർജി ആഘോഷിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അതിന് ഉത്തരം പറയുക കുറച്ചുകൂടി എളുപ്പമാണ്. എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ നമ്മൾ കർത്താവായ ഈശോ മിശിഹായോടൊത്ത് ജീവിക്കുന്ന അനുഭവമാണ് ലിറ്റർജി എന്ന് പറയും. ഈശോ മിശിഹ 2000 കൊല്ലം മുമ്പ് ഈ ഭൂമുഖത്ത് മനുഷ്യനായി അവതരിച്ചു. പലസ്തീനയിലൂടെ അവിടുന്ന് നടന്നു നീങ്ങി അനേകരോട് സുവിശേഷം പ്രസംഗിച്ചു. അവസാനം കാൽവരിയിലെ കുരിശിൽ മരിച്ചു. 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. പിതാവിൻ്റെ വലതുഭാഗത്ത് പോയി ഉപവിഷ്ടനായി. ഇതാണ് ക്രിസ്തു സംഭവം എന്ന് പറയുന്നത്. അന്ന് ഈശോയോടുകൂടെ ജീവിക്കാൻ നമുക്ക് ഭാഗ്യം കിട്ടിയോ? ഇല്ല. ഈശോയെ നമ്മൾ കണ്ടിട്ടുമില്ല, നേരിട്ട് കേട്ടിട്ടുമില്ല. ഈശോയെക്കുറിച്ച് നമുക്ക് വ്യക്തിപരമായി കണ്ട, കേട്ട, ഒന്നിച്ച് ജീവിച്ച അനുഭവം ഇല്ല. ഇല്ലേ സാൻജോ? ഉണ്ടോ അങ്ങനെ? ഇല്ല. അപ്രകാരം ആകുമ്പോൾ ഈശോ നമുക്കൊരു അനുഗ്രഹം തരികയാണ്. തന്നോടൊപ്പം ജീവിക്കുവാൻ, തന്നെ കാണുവാൻ, തന്നെ കേൾക്കുവാൻ, തൻ്റെ ഒപ്പമായിരിക്കുന്നതിൻ്റെ സന്തോഷം നുകരുവാൻ ദൈവം ഈ ഭൂമിയിൽ നമുക്ക് തരുന്ന അവസരമാണ് ലിറ്റർജി. ഉദാഹരണമായി നമ്മൾ പരിശുദ്ധ കുർബാനയിൽ പങ്കുചേരുമ്പോൾ ഈശോ മിശിഹായുടെ ജനനം മുതൽ മരണം, ഉത്ഥാനം, സ്വർഗാരോഹണം, സ്വർഗത്തിൽ പരമപിതാവിൻ്റെ തിരുമുമ്പിലുള്ള ഈശോയുടെ ബലിയർപ്പണം, അവൻ്റെ 2ാം വരവ്, ഇതിനെല്ലാം നമ്മൾ ധ്യാനിക്കുന്നു. പരിശുദ്ധ കുർബാനയിൽ നമ്മൾ ഈശോ മിശിഹായുടെ ജനനം മുതൽ മരണോത്ഥാനങ്ങൾ വരെയും നമ്മൾ കേവലം പ്രാർത്ഥിക്കുകയല്ല, അത് നമ്മൾ ഈശോയോടൊത്ത് ജീവിക്കുകയാണ്. ഉദാഹരണമായി അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി എന്ന് നമ്മൾ കുർബാന തുടങ്ങുമ്പം പറയുന്നുണ്ട്, അല്ലേ? ഇത് ബൈബിളിൽ ആര് പറഞ്ഞതാണ് സാൻജോ? മാലാഖ പറഞ്ഞത്. വെരി ഗുഡ്. അതായത് ക്രിസ്തുമസ് നാളിൽ നമ്മൾ കേൾക്കുന്നതാണ് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം. ഇത് വലിയൊരു പ്രഖ്യാപനമാണ്. സത്യത്തിൽ നമ്മൾ ഈ വിശുദ്ധ കുർബാന അത്യുന്നതങ്ങൾ ദൈവത്തിന് സ്തുതി എന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ നമ്മൾ എന്താണ് യഥാർത്ഥത്തിൽ അനുസ്മരിക്കുന്നത്? ഈശോയുടെ ജനനമാണ്, അല്ലേ? സിറോ മലബാർ കുർബാനയിലാണെങ്കിൽ തുടർന്ന് സ്വർഗസ്ഥനായ പിതാവേ പ്രാർത്ഥനകൾ ചൊല്ലിയ ശേഷം സങ്കീർത്തനങ്ങൾ ചൊല്ലും. സങ്കീർത്തനം ചൊല്ലുമ്പോൾ ഈശോയ്ക്ക് വേണ്ടി കാത്തിരുന്ന പഴയ നിയമ ജനതയെയാണ് നമ്മൾ അനുസ്മരിക്കുന്നത്. തുടർന്ന് ഈശോയുടെ വചന ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിച്ചു. സർവാധിപനാം പാടി ത്രൈശുദ്ധ കീർത്തനത്തോടെ വചന ശുശ്രൂഷയിൽ പ്രവേശിച്ചു. വചന ശുശ്രൂഷയിൽ എന്താണ്? ഈശോ പരസ്യജീവിതത്തിൽ തൻ്റെ ജനത്തെ പഠിപ്പിച്ചതുപോലെ നമ്മളെ പഠിപ്പിക്കുന്ന അനുഭവമാണ്. വിശുദ്ധ കുർബാനയിൽ ഇരുന്ന് വചനം കേൾക്കുമ്പോൾ യഥാർത്ഥത്തിൽ പലസ്തീനായിൽ ഈശോയെ കേട്ടുകൊണ്ടിരുന്ന
മനുഷ്യരുടെ അതേ ദൈവാനുഭവമാണ് നമുക്കും ലഭിക്കുന്നത്. അതുകൊണ്ട് എന്തിനു വേണ്ടിയാണ് ഈ ആരാധനാക്രമം എന്ന് ചോദിച്ചാൽ, സാൻജോ, അത് ഈശോയോടൊത്ത് നമുക്ക് ജീവിക്കുന്ന അനുഭവം പകരുന്നതിന് വേണ്ടിയാണ് ആരാധനാക്രമം നമ്മൾ അനുഷ്ഠിക്കുന്നത്. രണ്ടാമതായി സാൻജോ ചോദിച്ചത് എങ്ങനെയാണ് എന്നുള്ളത്. എങ്ങനെ എന്നുള്ളതിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ, അത് തിരുസഭ പഠിപ്പിച്ചതുപോലെ അനുഷ്ഠിക്കും. ഇപ്പം മാമോദിസ മുക്കേണ്ടത് എങ്ങനെ? ഓരോരുത്തരും തോന്നിയതുപോലെയല്ല മുക്കും. എങ്ങനെയാണ് മാമോദിസ എന്ന കൂദാശ പരികർമ്മം ചെയ്യേണ്ടത് എന്ന് തിരുസഭ വളരെ സുചിന്തിതമായി പഠനങ്ങളുടെ വെളിച്ചത്തിൽ പരിശുദ്ധ മാർപ്പാപ്പയുടെ അംഗീകാരത്തോടെ നമുക്ക് ഒരു ആരാധനാക്രമം തന്നു. ആ ആരാധനാക്രമം അനുഷ്ഠിച്ചുകൊണ്ട് അല്ലെ അനുസരിച്ചുകൊണ്ട് നാം അത് പ്രവർത്തിക്കുമ്പോഴാണ് അത് ലിറ്റർജിയാകുന്നത്. അതിന് പകരമായിട്ട് എനിക്ക് തോന്നിയതുപോലെ ഞാൻ ചെയ്താൽ അത് ലിറ്റർജിയായി അല്ലേ? അതുകൊണ്ട് എങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ടതെന്ന് സാൻജോ ചോദിച്ചത്, എൻ്റെ ഉത്തരം, എങ്ങനെയാണോ ആ കർമ്മം അനുഷ്ഠിക്കാൻ തിരുസഭാ മാതാവ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതുപോലെ നാം അനുഷ്ഠിക്കണം. കാരണം ഈ ആരാധനാക്രമം, ദൈവത്തെ ആരാധിക്കുന്നത് തിരുസഭയെയാണ് ഈശോ ഭരമേൽപ്പിച്ചത്. ആ സഭയെ ഈശോ ഭരമേൽപ്പിച്ച ദൗത്യത്തിൽ നമ്മൾ പങ്കുചേരുന്നതാണ് നമ്മുടെ ആരാധനാക്രമം എന്ന് പറയുന്നത്. ആ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് എങ്ങനെ എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും ഉത്തരം സാൻജോ? എങ്ങനെയാണ് ആരാധിക്കേണ്ടതെന്ന് ചോദിച്ചാൽ സഭ പഠിപ്പിക്കുന്നത് പോലെ. വെരി ഗുഡ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം ചോദിക്കുന്നത് ആജലാണ്. അടുത്ത ചോദ്യം ചോദിക്കുന്നത് ആജലിന് ചോദിക്കാം. പിതാവേ, എൻ്റെ പേര് ആജൽ മരിയ. ഞാൻ മാലോം ഇടവകയിൽ നിന്ന് വരുന്നു. എൻ്റെ ചോദ്യം ഇതാണ്: എന്തുകൊണ്ടാണ് സഭയിൽ ലിറ്റർജിക്ക് ഇത്രമാത്രം പ്രാധാന്യവും മുൻഗണനയും നൽകുന്നതെന്ന് വിശദീകരിക്കാമോ? യെസ്, അതായത് ആജൽ എന്നല്ലേ പറഞ്ഞത്? ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു പേര് ഞാൻ കേൾക്കുന്നത്. വളരെ ഗംഭീരം പേരാണ്. ആരാ പേരിട്ടെന്ന് ആജൽ അന്വേഷിച്ചിട്ടുണ്ടോ? ഇത് ആൻറ്റിയാണ്. ആൻറ്റിയാ? നിന്നോട് വല്ല ശത്രുതയും കാണും ആൻറ്റിക്ക് അങ്ങനെയെങ്കിൽ? അങ്ങനെ പേര്. ഏതാണെങ്കിലും ആജലിൻ്റെ ചോദ്യം വാസ്തവത്തിൽ എന്തിനാണ് ഈ ആരാധനാക്രമത്തിന് ഇത്രയും പ്രാധാന്യം എന്ന് ചോദിക്കുന്നത് അല്ലേ? അതായത് മനുഷ്യൻ എന്നത്, മനുഷ്യന് നമ്മൾ പല നിർവചനങ്ങൾ പറയാറുണ്ട്. അതാ ഹോമോസാപ്പിയൻസ്, മനുഷ്യൻ ചിന്തിക്കുന്ന ജീവിയാണ്, മനുഷ്യൻ ചിരിക്കുന്ന മൃഗമാണ് എന്നൊക്കെ നമ്മൾ മനുഷ്യന് പല നിർവചനങ്ങളും പറയാറുണ്ട്. വിശുദ്ധ ആഗസ്തീനോസ് പുണ്യാളൻ പറഞ്ഞു, മനുഷ്യൻ ആരാധിക്കുന്ന ജീവിയാണ്, ഹോമോ അഡോറൻസ് എന്നാണ്. മനുഷ്യൻ ആരാധിക്കുന്നവനാണ്. മനുഷ്യൻ്റെ ഒരു നിർവചനമാണത്. മനുഷ്യൻ ആരാധിക്കുന്നവനാണ്. തന്നേക്കാളും ഉപരിയായ ദിവ്യമായ സത്യത്തെ ആരാധിക്കാൻ അവൻ്റെ മനസ്സ് ആഗ്രഹിക്കുന്നു. ദൈവം എന്ന ആ ഒരു സത്യം, അഗസ്തീനോസ് പുണ്യാളൻ പറയും, സൃഷ്ടിയുടെ നിമിഷത്തിൽ നമ്മുടെ ഉള്ളിൽ കടന്നുകൂടിയ ഒരാരാധനാഭാവമുണ്ട്. കാരണം നാം ദൈവത്തിൽ നിന്ന് വന്നവരാകയാൽ നമുക്ക് ദൈവവുമായി അഭേദ്യമായൊരു ബന്ധമുണ്ട്. അതുകൊണ്ട് ആരാധിക്കുക എന്ന് പറയുന്നത് മനുഷ്യൻ്റെ സഹജമായ സ്വഭാവം. അതുകൊണ്ട് തന്നെ ആരാധന മനുഷ്യൻ്റെ സഹജഭാവമായതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഈ ആരാധന നമുക്ക് പ്രസക്തിയുള്ള കാര്യമായി അല്ലേ? ഭക്ഷണം കഴിക്കുന്നത് മനുഷ്യന് വളരെ പ്രസക്തമായൊരു കാര്യമാണ്. എന്തുകൊണ്ടാണ്? കഴിച്ചില്ലെങ്കിൽ അവൻ്റെ കാര്യം തീരും അല്ലേ? ഭക്ഷണം കഴിക്കുക പ്രസക്തമായ കാര്യം. ശ്വാസം വലിക്കുക, എന്തിനാണ് മനുഷ്യൻ ശ്വാസം വലിക്കുക? ചുമ്മാ ആദ്യം മുതൽ ഇത് വലിക്കാതിരിക്കുമായിരുന്നെങ്കിൽ പിന്നെ വലിക്കേണ്ട കാര്യമില്ലാഞ്ഞല്ലോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും അല്ലേ? അങ്ങനെയല്ല, അത് സഹജഭാവമാണ്. അതുപോലെയാണ് വിശുദ്ധർ പഠിപ്പിക്കുന്നത്,
ആരാധിക്കുക എന്നത് മനുഷ്യൻ്റെ സഹജമായ ഭാവം തന്നെയാണ്. മനുഷ്യൻ പാപത്തിൻ്റെ വഴിയിലൂടെ നടന്ന് ദൈവത്തെ ബോധപൂർവം നിഷേധിച്ച് ജീവിച്ചു തുടങ്ങുമ്പോൾ അവനിൽ നിന്ന് ഈ ആരാധനാഭാവം നഷ്ടപ്പെട്ടു പോകും. അത് സത്യമാണ്. പക്ഷേ മനുഷ്യൻ്റെ യഥാർത്ഥ സ്വഭാവം ആരാധിക്കുന്ന സ്വഭാവമാണ്. ദൈവത്തെ ആരാധിക്കുക എന്ന ഈ മനുഷ്യൻ്റെ സഹജമായ വാസനയെ തിരുസഭയിൽ നിയതമായ രൂപത്തിലും ഭാവത്തിലും അവതരിപ്പിക്കുന്നു. അതുകൊണ്ട് ആരാധന എന്ന് പറയുന്നത് സഭയിൽ പരമപ്രധാനമായ സത്യമായി മാറും. കാരണം ദൈവത്തെ ആരാധിക്കാനുള്ള ഉൾവിളി എല്ലാ മനുഷ്യനിലും ഉണ്ട് എന്നുള്ളതിനാൽ അത് പ്രസക്തമാകും. രണ്ടാമതായി ആരാധനാക്രമം പ്രാധാന്യമുള്ളതായി തീരുന്നത് ഈ ഭൂമിയിൽ സംഭവിച്ച ഏറ്റവും സുപ്രധാനമായ സംഭവം ഏതായിരിക്കും എന്ന് ആജലിന് പറയാമോ? ഈ ഭൂമിയിൽ സംഭവിച്ച ഏറ്റവും പരമപ്രധാനമായ കാര്യം. മനുഷ്യാവതാരം. യെസ്, ആജല് പേര് അന്വർത്ഥമാക്കിക്കൊണ്ട് നീ വളരെ ബുദ്ധിമതിയാന്ന് സ്ഥാപിച്ചു. എന്താണ് മനുഷ്യാവതാരം? ഈശോ മനുഷ്യനായി അവതരിച്ചു. അതാണ് ഈ ഭൂമിയിലെ ഏറ്റവും സുപ്രധാനമായ സംഭവം. ആ സുപ്രധാനമായ സംഭവം നമുക്ക് ഇന്ന് വ്യക്തിപരമായി അനുഭവിക്കാൻ അവസരമൊരുക്കുന്നു എന്നുള്ളതാണ് ഈ ആരാധനാക്രമത്തിൻ്റെ സവിശേഷമായ പ്രാധാന്യം. അതുകൊണ്ട് ആരാധനാക്രമം നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ സുപ്രധാനമായ കാര്യം. ഇനി ആരാധനാക്രമം സുപ്രധാനമാകുന്നതിൻ്റെ കാരണം ഒരേ രീതിയിൽ ആരാധിക്കുന്നവരുടെ സമൂഹമാണ് സഭ എന്ന് പറയും, അല്ലേ? പരിശുദ്ധ കത്തോലിക്ക സഭ എന്നത് സഭകളുടെ കൂട്ടായ്മയാണ്. കേരളത്തിൽ തന്നെ കത്തോലിക്ക സഭയിൽ സീറോ മലങ്കര സഭയുണ്ട്, സീറോ മലബാർ സഭയുണ്ട്, ലത്തീൻ സഭയുണ്ട്. ആഗോളതലത്തിൽ ചിന്തിക്കുമ്പോൾ പരിശുദ്ധ കത്തോലിക്ക സഭയിൽ വ്യക്തിസഭകളായി 23 പൗരസ്ത്യ സഭകളുണ്ട്. അതുപോലെ റോമൻ സഭ അഥവാ ലത്തീൻ സഭയുണ്ട്. ഇവയൊക്കെയും ചേർത്ത് നിർത്തുന്ന അടിസ്ഥാന ഘടകം എന്താന്ന് ചോദിച്ചാൽ ഓരോ സഭയ്ക്കും വ്യത്യസ്തമായ ആരാധനാക്രമം. ആ ആരാധനാക്രമത്തിൽ നിന്നാണ് അവരുടെ ആധ്യാത്മികത രൂപം കൊള്ളുന്നത്, അവരുടെ ഭരണക്രമം രൂപം കൊള്ളുന്നത്, അവരുടെ ജീവിത സംഹിതകൾ രൂപമെടുക്കുന്നു. ഇത് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട സത്യമാണ്. അതുകൊണ്ട് ആരാധനാക്രമം വിശ്വാസികളുടെ സമൂഹത്തിൻ്റെ കൂട്ടായ്മയെ ഏകീഭവിപ്പിക്കുന്ന സത്യവും കൂടിയാണ്. ആജലിൻ്റെ ചോദ്യത്തിന് വളരെ അർത്ഥവത്തായ ഒരു ഉത്തരം അഭിവന്ദ്യ പിതാവ് തന്നു. നമുക്ക് ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുകയാണ്. ആരാധനക്രമം നമ്മിലെല്ലാവരിലും ഒത്തിരി ചോദ്യങ്ങൾ ഉണർത്തുന്ന, ഒത്തിരി ചിന്തകൾ ഉണർത്തുന്ന നല്ലൊരു എപ്പിസോഡായിരുന്നു ഇന്ന്. അഭിവന്ദ്യ പിതാവിൻ്റെ ഹൃദയസ്പർശിയായ നല്ല അറിവ് നൽകുന്ന നല്ല ഉത്തരങ്ങൾക്ക് ഞങ്ങൾ സ്നേഹത്തോടെ നന്ദി പറയുന്നു. നല്ല ചോദ്യങ്ങളുമായി നമ്മളോടൊപ്പം പങ്കുചേർന്ന എല്ലാ യുവജന സുഹൃത്തുക്കൾക്കും ഏറെ സ്നേഹത്തോടെ നന്ദി പറയുന്നു. കൂടുതൽ നല്ല ചോദ്യങ്ങളും നല്ല ചിന്താവിഷയങ്ങളുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം. താങ്ക് യു വെരി മച്ച്.